ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. ക്രിസ്മസിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ കരള് കറി. അപ്പതേ നന്നായിട്ട് കഴുകി എടുക്കണം. ഇത് ഞാൻ ചിലപ്പോ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചാലോ എന്നാലോചിക്കും. പക്ഷെ വലിയ പീസിൽ കട്ട് ചെയ്യും. ഇത് മതിയില്ലേ? കുട്ടിക്കാലത്തെ കാര്യമൊക്കെ എനിക്ക് ഓർമ്മ വരുമ്പോ സങ്കടവും വരുന്നത്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. ക്രിസ്മസിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ കരള് കറി. ഒരു മഞ്ഞ കറി ഉണ്ടാക്കും. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്കിത് കഴുകി എടുത്തിട്ട് വന്നാലോ. ഈ ഒച്ച മാറിയിട്ടേ കാണാൻ പറ്റില്ലേ? അപ്പതേ നന്നായിട്ട് കഴുകി എടുക്കണം. ഇത് നമ്മൾ മുറിക്കാതെ എന്നിട്ട് ഈ കരള് വാങ്ങുക. ഇത് നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ടാണ് എന്താ പറയാ മുറിച്ച് എടുക്കുള്ളൂ. കറക്റ്റ് റെസിപ്പി എന്ന് പറയണത് ഞാന് എൻ്റെ ഫ്രണ്ടിന്റെ അമ്മ പുഷ്പി ചേച്ചി, ആ ചേച്ചീനെ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ റെസിപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് ഒരു പ്രാവശ്യം കൂടെ കഴുകിയെടുക്കുക. എനിക്ക് പേടിയാണ്, കാക്ക വന്നിരിക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. ഇത് ഒന്ന് കഴുകാം. ചോര അപ്പൊ അത് കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ ചിലപ്പോ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചാലോ എന്ന് ആലോചിക്കുക. അതും ഇങ്ങനെ തന്നെ ഇടണം. അപ്പൊ എന്താന്ന് വെച്ചാ ഈ കരള് കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്റെ ഓർമ്മയിൽ ഇന്നലെ ഞാൻ ചെയ്തൊന്നും കൂടി ഇങ്ങനെ ഓരോ വർത്താനം, ക്രിസ്മസിന്റെ വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകും, ക്രിസ്മസ്, ഈസ്റ്റർ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചൊക്കെ അവിടെ നിന്നായിരിക്കും എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞേക്കണത്. പറഞ്ഞത് ചെയ്തത്. കാരണം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവള് രാവിലെ വരും പള്ളിയിലൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ രാവിലെ അവിടെ ചെന്ന് കഴിയുമ്പോ അപ്പം, സ്റ്റൂവ്, പിന്നെ ബ്രെഡ് അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഉച്ചക്ക് ചെല്ലുമ്പോഴാണ് ഇതുപോലത്തെ ഒരു മഞ്ഞക്കറി ആന്റി, ഞാൻ പുഷ്പി ചേച്ചി എന്നാണ് കേട്ടോ വിളിക്കാറ്, അപ്പൊ ഉണ്ടാക്കി വെക്കണത്. അത് നല്ല ടേസ്റ്റ്. എനിക്ക് അനുവിന് അത്ര ഇഷ്ടമല്ല തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കൂല. അപ്പൊ ക്രിസ്മസിനും ഈസ്റ്ററിനുമാണ് അവിടെ ചെല്ലുമ്പോ ഇത് കഴിക്കാറ്. പിന്നെ ഞാൻ എവിടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ആ കറി. അപ്പം അവളാണെങ്കിൽ വന്ന് രാവിലെ, ഞങ്ങൾക്ക് ചിലപ്പോ മടിയായിരിക്കും കേട്ടോ അവിടെ പോവാനൊക്കെ ആയിട്ട്. അവൾക്ക് രണ്ട് ചേട്ടന്മാരൊക്കെ ഉണ്ട്. ചേട്ടന്മാരാണ് മൂത്ത ട്യൂഷനൊക്കെ പഠിപ്പിച്ചത്. ഞങ്ങളായിരിക്കും ഗസ്റ്റ്. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഞങ്ങൾക്ക് മടിയൊക്കെയാണ്. പക്ഷെ പോവാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ ആന്റി നന്നായിട്ട് ബിന്ദാലും ഉണ്ടാക്കും. ബിന്ദാലും എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഭയങ്കര ടേസ്റ്റ് ഉണ്ടാക്കണത്. പക്ഷെ എന്റെ ഓർമ്മയിൽ ഈ കരള് മഞ്ഞക്കറി അത് ഇന്നലെ സീതനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് നാളെ കുറച്ച് മേടിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോ സീത പറഞ്ഞു ആ വാങ്ങിത്തരാം എന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ തന്നെ 1/2 കിലോ ആണ് നമ്മൾ വാങ്ങി വെക്കണത്. പിന്നെ ഇനി നമുക്ക് അതിന്റെ കുറച്ച് പരിപാടികളൊക്കെ തുടങ്ങാം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പൊ ഞാൻ അതെല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണേണ്. കുരുമുളക്, ഇതില് മഞ്ഞക്കറി ആയതുകൊണ്ട് നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യണില്ല. അപ്പൊ ഞാൻ വേഗം ഉണ്ടാക്കാൻ പോവാണ്. ഉച്ചക്ക് ഇന്ന് ഇതാണ് കേട്ടോ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചോറിന്റെ ഒപ്പം തന്നെയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി പോണത്. അപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കാണ്. എനിക്ക് നൊസ്റ്റു വരികയാണ്. ഇത് കഴിക്കുമ്പോ എനിക്ക് ആ സമയത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഈ വെള്ളം വേണ്ട, അത് കളയണം. ഇങ്ങനെ ഒന്നും കൂടെ കട്ട് ചെയ്യണോ?
മതി അല്ലേ? ഒന്ന് കംപ്ലീറ്റ് ചെയ്താ നിന്റെ മുഖത്തിന്റെ ഇത് കരള് മഞ്ഞക്കറി എന്ന് പറയും. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് പറ്റിച്ചുണ്ടാക്കുന്ന ഒരു കറിയാണ്. ക്രിസ്മസിന് ഈസ്റ്ററിനൊക്കെയാണ് കേട്ടോ ഞാനിത് കഴിച്ചുകൊണ്ടിരുന്നത്. എന്റെ ഫ്രണ്ടിന്റെ അമ്മ നല്ല ഉഗ്രനായിട്ട് ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ ഞാൻ ചേച്ചീനെ വിളിച്ചിട്ട് റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയേക്കണത്. അപ്പൊ ടേസ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല. പണ്ടൊക്കെ ആ കുട്ടിക്കാലത്തെ ടേസ്റ്റ് തന്നെ ആയിട്ടുണ്ടോ അത് നമുക്ക് കഴിക്കുമ്പോ തന്നെ അറിയാൻ പറ്റും. അപ്പൊ അതൊന്ന് നോക്കാം. പിന്നെ സേതുവണ്ണൊന്നും കഴിച്ചിട്ടില്ലേ കറി? കഴിച്ചിട്ടുണ്ടോ? ഉണ്ടാ. അപ്പൊ എന്തായാലും ഈസ്റ്ററും ക്രിസ്മസിനും ആയി കഴിഞ്ഞാൽ ഞങ്ങൾ പുഷ്പി ചേച്ചിയുടെ വീട്ടിൽ പോകും. ഇതെന്തായാലും മസ്റ്റ് ആയിട്ട് അവിടെ ഉണ്ടാവും. ഞാൻ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അമ്മനോട് എപ്പോഴും പറയും, അമ്മ ഇതൊന്നും ഉണ്ടാക്കി തരും. പക്ഷെ നമ്മളങ്ങനെ ഉണ്ടാക്കാറില്ല, ഇങ്ങനെ ഉണ്ടാക്കാറില്ല. അടിപൊളി കറി. അപ്പൊ ഞാൻ ആ ചേച്ചീനെ തന്നെ വിളിച്ച് ചോദിച്ച് ഉണ്ടാക്കിയതാണ്. സമയം 3 മണിയായിട്ടുണ്ട് കേട്ടാ. വിശക്കണുണ്ട്. മോട്ടറൊന്ന് ഓഫ് ചെയ്യും. അപ്പൊ ഞാൻ കഴിക്കാണ്ടി പോവാണ്. പുഷ്പ ചേച്ചി ഇപ്പൊ ഇത് കാണുന്നുണ്ടാവും. ഇതുപോലെ തന്നെ ആണോ? ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം അല്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ വരാതിരിക്കൂല. അപ്പൊ ഇത് ഉണ്ടാക്കിയേക്കണ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടാ. നമ്മുടെ ക്രിസ്മസും കൂടി വരികയല്ലേ അല്ലെ? അപ്പൊ അതിന്റെയും കൂടി ഭാഗമായിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയേക്കണേ. പിന്നെ ഇന്നലെ സത്യത്തില് ഞാനും സേതുവണ്ണും കൂടി ക്രിസ്മസിന്റെ ഒക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ നമ്മളിങ്ങനെ വർത്താനം പറയുമ്പോ ഞാൻ പറയും ഞാൻ അനുവിന്റെ വീട്ടിൽ പോകും, അപ്പൊ അവിടെ ഈ കറി ഉണ്ടാവും, അങ്ങനെ പറഞ്ഞ് കൊതിയായി. അപ്പൊ ഞാൻ സേതുവണ്ണോട് പറഞ്ഞു എനിക്കൊന്ന് വാങ്ങിത്തരുമോ, കരൾ വാങ്ങിച്ചു തരുമോ എന്ന് വെച്ചപ്പോ സേതുവണ്ണ വാങ്ങിക്കൊണ്ടുവന്നു. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതിപ്പോ മോരിയറിയൊക്കെ ഇരിക്കണുണ്ട്, പക്ഷെ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഇതും കൂട്ടി കഴിക്കാൻ എപ്പോഴും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതുണ്ടാവും, ചിക്കൻ ഫ്രൈ ഉണ്ടാവും, ബീഫ് വിന്താലും. പുഷ്പിച്ചേച്ചിയുടെ ബീഫ് വിന്താലും എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ്. അതുപോലെ പിന്നെ എവിടെ ചെന്നിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു വിന്താലു കറി ഇതുവരെ കഴിച്ചിട്ടില്ല. ചിലപ്പോ കുട്ടിക്കാലത്തെ ഓർമ്മയും പിന്നെ നമ്മൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയൊക്കെയാണല്ലോ പോണത്, അതിന്റെയൊക്കെ എനിക്ക് കഴിക്കാല്ലേ. ഞാൻ എനിക്ക് ഒന്നാമത് എന്റെ വിശപ്പും പോയി. 3 മണി 12 മണി കഴിഞ്ഞപ്പോഴാണ്, അതായത് ഇന്ന് ഇത് ഉണ്ടാക്കണം എന്നുള്ള പ്ലാൻ ഉണ്ടായില്ല. ഇന്നലെ തൈര് ഇട്ടിട്ടുണ്ട്. സേതുവിനോട് ഞാൻ ചോദിച്ച് ഇന്ന് വാങ്ങി തരുമോന്ന് വെച്ചപ്പോ ഇത്ര പെട്ടെന്ന് മേടിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചു. സേതുവിനൊക്കെയാണ് അഭിപ്രായം പറയേണ്ടത്. കഴിച്ചു നോക്കട്ടെ. ഈ റൂമിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ അവിടത്തെ പോലത്തെ മണോ? ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട് കുളിക്കാൻ പോയി. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോ എനിക്ക് പെട്ടെന്ന് അനുവിന്റെ വീട്ടിൽ പോയ ഓർമ്മ വന്ന്. ക്രിസ്മസിന് അവിടെ കയറി ചെല്ലുമ്പോ തന്നെ നല്ല മണം കഴിക്കും. അപ്പൊ എനിക്ക് ഈ മണമാണ് ഓർമ്മ വന്നത്. ഇപ്പൊ എനിക്ക് ക്രിസ്മസിന്റെ കുട്ടിക്കാലത്തെ കാര്യമൊക്കെ എനിക്ക് ഓർമ്മ വരുമ്പോ സങ്കടവും വരുന്നുണ്ട്. അനുവിനൊന്നും വിളിക്കാറുണ്ട് കേട്ടാ. ചേച്ചി എന്നോട് പറഞ്ഞു മോനെ കഴിച്ചിട്ട് മെസ്സേജ് ഇടണോട്ടാ എങ്ങനെ ഉണ്ടെന്ന്. ഇങ്ങനെ വീഡിയോ ഇടും, എന്തായാലും മെസ്സേജ് ഇടാം. എന്തായാലും സൂപ്പർ ആയിരുന്നു കേട്ടാ ചേച്ചി. പണ്ടത്തെ ഓർമ്മ ഉണ്ടായിരുന്ന കൊറേ ഉണ്ടാവും. കരള്, വിന്താലു, ചിക്കൻ റോസ്റ്റ്, അപ്പവും സ്റ്റൂവും, ഇടിയപ്പവും പാലും. ഇതൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ കാണാനുമില്ല. കഴിച്ചിട്ട് പറഞ്ഞത് കേട്ടോ എങ്ങനെയുണ്ട് ചെയ്തിട്ട്. ഇത് കഴിച്ചിട്ടുണ്ടോ? ഇത് കറി കഴിക്കണതിന് മുന്നേ ഒരു പ്രാവശ്യം ഇഷ്ടപ്പെട്ടു. ആണോ? ചെയ്തിട്ട് ഇത് എവിടെന്നെങ്കിലും കഴിച്ചതായിട്ട് ഓർക്കണല്ലോ. പക്ഷെ ഇതെനിക്കൊരു പുതിയ കറിയല്ല, ഞാനത് കഴിച്ചിട്ടുണ്ട്. ആണ് അതിത് പുതിയ കറി എല്ലാരും ഉണ്ടാക്കുന്ന തോന്നുന്നു. കണ്ടാ അടിപൊളിയാ. കല്യാണത്തിനൊക്കെ പോയപ്പോ കഴിച്ചു. ആണോ? നമ്മൾ കഴിച്ചിട്ട് വരട്ടെ അല്ലേ? കട്ട് ചെയ്യട്ടെ. അപ്പൊ ഉച്ചത്തെ ഊണെല്ലാം കഴിഞ്ഞു. കുറെ ടയേർഡായി, വൈകി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മള് പുറത്തോട്ട് പോവാണ്. എവിടെ? അമ്മേനെയും കൂട്ടിട്ട് വേണം പോവാൻ. എന്റെ വീട്ടിലേക്ക് പോവാണ്. ഭീമേന്ന് നമുക്കൊരു ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ട്, സർപ്രൈസ് ഗിഫ്റ്റ്.
അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോവായിരിക്കും. ഗിഫ്റ്റ് എന്തായിരിക്കും ചെയ്തോട്ടാ? ഇനി വല്ല കാറോ ഫോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. മിക്കവാറും ഒരു 10 പവൻ. എന്തിന്റെ സമ്മാനമാണെന്നല്ലോ അതൊന്നും അറിയില്ല. പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അവരൊരു പെട്ടിയില്ലേ, ഒന്നും പറഞ്ഞിട്ടില്ല. ഭീമയുടെ 100 വർഷം തികയാണ് എന്റെ. ഭീമ 100 ഇയേഴ്സിന്റെ ആനിവേഴ്സറി പ്രമാണിച്ചിട്ടാണ്. അതൊന്നും പറയാൻ പറ്റുള്ളൂ. ഇല്ല, അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ പ്രാർത്ഥിക്കണേണ് നല്ല ഗിഫ്റ്റ് എന്തെങ്കിലും ആവണേ. അപ്പൊ ഞാൻ അമ്മയുടെ വീട്ടിൽ അമ്മേനെ കളക്ട് ചെയ്ത് അമ്മേനെ വിളിച്ചിട്ട് വേണം നമുക്ക് പോവാൻ. അതായത് ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മഴക്കാറും ഉണ്ട്. ചിലപ്പോ മഴയൊക്കെ കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പൊ നേരെ നമുക്ക് അമ്മേനെ വിളിക്കാം. അമ്മേനെ വിളിച്ചിട്ട് നേരെ നമുക്ക് MG റോഡിലുള്ള ഭീമയിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലാ സ്കാൻ ചെയ്യണത്. വീഡിയോ എടുക്കാമോ ചോദിക്കണോ? ഇവിടെയാണെന്ന് തോന്നുന്നു. ഫോൺ എടുക്കാൻ വീഡിയോ വിളിക്കുന്ന രണ്ട് സ്ഥലത്തിന്റെ വീഡിയോ ഫോട്ടോ ആളില്ല, ഞാൻ മാത്രം ഇരിക്കണം. നമുക്ക് 3 ഗിഫ്റ്റ് ഉണ്ട് കേട്ടാ. സിൽവർ കോയിനൊക്കെ ഉണ്ട്. അത് ലക്കി ഡ്രോ ഇടണം. പിന്നെ അത് പിന്നീടാണ് വേറെ. അപ്പൊ സിൽവർ കോയിൻ ഉണ്ട്. പിന്നെ നമുക്കൊരു ഗിഫ്റ്റ് കൂപ്പൺ ഉണ്ട്. അപ്പൊ അത്രയാണ്. ഇനി വെയിറ്റ് ചെയ്യണോ? ശരി. അവളെ വിളിച്ചൊന്ന് പറഞ്ഞേക്ക്. അവളെ എന്താന്ന് വെച്ചാൽ എന്റെ ഫോൺ വീഡിയോ എടുക്കണല്ലേ ഗിഫ്റ്റ്. അപ്പൊ നമ്മളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കാണ്. അപ്പൊ ഇവിടെ ഇരിക്കണേണ് കേട്ടാ. എന്തായിരിക്കും ഗിഫ്റ്റ് കൂപ്പണില്? സിൽവർ കോയിൻ എന്തായാലും ഉണ്ട്. ഞാൻ വാങ്ങും. സമ്മാനം വാങ്ങാനായിട്ട് റെഡി ആയിട്ടിരിക്കണ, ഗിഫ്റ്റ് വാങ്ങാനായിട്ട്. പേര് ഇട്ടു. അതിട്ടു വെച്ചു. വാ അമ്മ വാ. ഇതെന്താ? വാ, ബാഗ് അവിടെ വെച്ചേരും. അത് പിന്നെ എടുക്കാം. താങ്ക് യു. കിട്ടി. ശരി, താങ്ക് യു. അങ്ങനെ ബാഗ് എടുക്കും. ഗോൾഡ് കോയിനാ ഞാൻ പ്രതീക്ഷിച്ചത്. ഇത് അത് കൊടുക്കണ്ട. നമുക്ക് സിൽവറിൽ ഒന്ന് പോണം. എന്നിട്ട് വണ്ടി എടുത്താൽ മതി. ബാ.